ഇന്ത്യയിൽ വീണ്ടും കോവിഡ് പടരുന്നു. രാജ്യത്ത് ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 1000 കടന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ആക്റ്റീവ് കേസുകളുടെ എണ്ണം 1010ആയി. മെയ് 19 മുതൽ കേരളത്തിൽ 424 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 മരണവും റിപ്പോർട്ട് ചെയ്തു. നിലവിൽ കേരളത്തിൽ ആകെ 519 ആക്റ്റീവ് കേസുകൾ ഉണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. പരിശോധനകൾ നടക്കുന്നതിനാലാണ് കേരളത്തിൽ കേസുകളുടെയും എണ്ണം കൂടുന്നത്. കേരളത്തിൽ കോവിഡ് കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും പരിശോധനകൾ നടക്കുന്നതുകൊണ്ടുമാണ് കേസുകൾ ഉയരുന്നത്. 20 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇപ്പോഴും കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ദക്ഷിണേന്ത്യയിൽ കോവിഡ് കേസുകൾ ഉണ്ടായ വർധനവിന് കാരണം JN1 വേരിയന്റ്, അതായത് ഒമിക്രോണിന്റെ ഒരു ഉപവേരിയന്റ് വ്യാപിക്കുന്നതാണ്. ഈ വേരിയന്റ് വളരെ സജീവമാണെങ്കിലും ലോകാരോഗ്യ സംഘടന, അതായത് WHO, ഇതുവരെ ഇതിനെ ആശങ്കാജനകമായ വേരിയന്റായി തരം തിരിച്ചിട്ടില്ലെന്ന് വിദഗ്ധർ അറിയിച്ചു. സാധാരണയായി ലക്ഷണങ്ങൾ അത്ര ഗുരുതരമല്ലാത്തതും അണുബാധയേറ്റവർ 4 ദിവസത്തിനുള്ളിൽ സുഖം പ്രാപിക്കുന്നവരുമാണ്. പനി, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, തലവേദന, ക്ഷീണം എന്നിവയാണ് ചില സാധാരണ ലക്ഷണങ്ങൾ. ആശങ്ക വേണ്ടെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ അഭിപ്രായം. കോവിഡിന്റെ താരതമ്യേന വീര്യം കുറഞ്ഞ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപശാഖകളാണ് ഇപ്പോൾ പടരുന്നത്. സാമൂഹ്യപരമായി ആർജിച്ച രോഗപ്രതിരോധ ശേഷി ഗുരുതര രോഗം തടയുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പ്രായമായവരെയും ശ്വാസകോശ രോഗങ്ങളുള്ളവരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ തമിഴ്നാട്ടിൽ MB181ന്റെ ഒരു കേസ് കണ്ടെത്തിയിരുന്നു. മെയ് മാസത്തിൽ ഗുജറാത്തിൽ 1F7ന്റെ 4 കേസുകൾ കണ്ടെത്തിയതായി ഇന്ത്യ SARS-CoV-2 ജീനോമിക്സ് കൺസോർഷ്യത്തിന്റെ ഡാറ്റ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ പുതിയ കോവിഡ് വകഭേദങ്ങളായ NB181, LF7 എന്നിവ കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. LF7, NB181 എന്നീ ഉപവേരിയന്റുകളെ സൂക്ഷ്മ പരിഗണനയിലുള്ള വകഭേദങ്ങൾ എന്നല്ല, മറിച്ച് നിരീക്ഷണത്തിലുള്ള വകഭേദങ്ങൾ എന്നാണ് തരംതിരിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. ഏപ്രിലിൽ തമിഴ്നാട്ടിൽ NB181ന്റെ ഒരു കേസ് കണ്ടെത്തി. മെയ് മാസത്തിൽ ഗുജറാത്തിൽ LF7ന്റെ 4 കേസുകൾ കണ്ടെത്തിയതായി ഇന്ത്യൻ SARS-CoV-2 ജീനോമിക്സ് കൺസോർഷ്യത്തിന്റെ ഡാറ്റ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ചൈന, സിംഗപ്പൂർ, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ ഈ വകഭേദങ്ങൾ വർധനവിന് കാരണമായിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. JN1 വകഭേദമാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിലവിലുള്ള കോവിഡ് കേസുകളുടെ വർധനയ്ക്ക് പിന്നിൽ. ഒമിക്രോൺ BA.286 വകഭേദത്തിന്റെ പിൻഗാമിയാണിത്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം 30 വകഭേദങ്ങളാണ് JN1 വകഭേദത്തിലുള്ളത്. അതിൽ LF7, NB181 എന്നീ വകഭേദങ്ങളാണ് നിലവിലെ രോഗികളുടെ നിരക്ക് വർധനവിന് പിന്നിൽ. പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല, പക്ഷേ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. 2 മരണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ അതിനെ നിസ്സാരമായി കാണാനാകില്ല. ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമാണ്. നമ്മളെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും സംരക്ഷിക്കുന്നതിന് നല്ല ശ്വസന ശുചിത്വം പാലിക്കേണ്ടത് പ്രധാനമാണ്. ഇതിൽ മാസ്ക് ധരിക്കുക, തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ മൂക്കും വായയും മൂടുക, സാധ്യമാകുന്നിടത്തെല്ലാം സുരക്ഷിതമായ അകലം പാലിക്കുക എന്നിവ ശ്രദ്ധിക്കുക. അത്യാവശ്യമില്ലാത്ത യാത്രകൾ, വലിയ ഒത്തുചേരലുകൾ, പുറത്തുപോകലുകൾ എന്നിവ തൽക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.